അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻ്റെ സഹോദരൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടും അക്കീക്കയുമായിട്ടുള്ള ഒരു ചെറിയ ചടങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ആചാരപ്രകാരം മോൻ്റെ തല മുട്ടയടിക്കുന്ന വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. ഇത് മൂന്നാമത്തെ മോനാണ്, മൂത്തത് 2 പെൺകുഞ്ഞുങ്ങളാണ്. വലിയ ചടങ്ങായിട്ടൊന്നുമല്ല എടുത്തത്, ഞങ്ങൾ സഹോദരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് മോൻ സുന്ദരനായി നൂലുകെട്ടിൻ്റെ ചടങ്ങിനായി കാത്തു കിടക്കുകയാണ്. അപ്പോൾ ആ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സമയം തന്നെ അക്കീക്ക കൊടുക്കാനുള്ള ഇറച്ചിയെല്ലാം പുറത്ത് വെട്ടി തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുമോൻ്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞതിഥി കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു നിമിഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് നാൾ കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണമെന്ന് വെച്ചാൽ ശാരീരികമായും മാനസികമായിട്ടും നമുക്ക് ഇത്തിരി പ്രയാസമുള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയിലുള്ളവരായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോ ഇടാത്തത് ഒരാഴ്ചയിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 2 പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുവാവയുടെ വീഡിയോ എടുക്കാനുള്ള തിരക്കിലാണ് ഇത്തമാർ. അവർ തകർത്തിട്ട് വീഡിയോ എടുക്കുകയാണ്. സത്യത്തിൽ കറക്റ്റായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത്. ഇനി മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ എന്നെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് എൻ്റെ മരുമകളും ഹസ്ബൻഡും കുഞ്ഞു വാവയും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും വരി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അപ്പോൾ രാവിലത്തെ ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് പുള്ളിക്കാരന് ഉറങ്ങിയാൽ മതിയല്ലോ. പകൽ ഉറങ്ങിയാലല്ലേ രാത്രി ബഹളം വെക്കാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അദ്ദേഹം. അപ്പോൾ ഈ സഹോദരൻ്റെ മോളുടെ ചടങ്ങാണ്. അപ്പോൾ സഹോദരൻ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം മോന് ഇനി ഇറച്ചി കൊണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് വീട്ടിനകത്ത് തന്നെ സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം നമുക്ക് എളുപ്പമായിരിക്കും. മാത്രവുമല്ല പുറത്ത് പോയി കളിച്ച് അവർ വീഴും എന്നുള്ള ഭയവും വേണ്ട. നമ്മുടെ കൺവെട്ടത്ത് തന്നെ അവർ നിൽക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഹബറിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയും പ്രത്യേകിച്ചും നമ്മുടെ താരമായ കുഞ്ഞുവാവയുടെ ദീർഘായുസ്സിന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. ഇനി നമ്മുടെ അക്കീക്കയുടെ ഇറച്ചി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുവാവ ഒരു ഉറക്കം എല്ലാം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. അദ്ദേഹം നല്ല ഉഷാറിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.